ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലോ? അപ്പം അതിനായി ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ഒരു തരം പച്ച ചീരയിലയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. പകുതി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികമായി പോകരുത്. ഇതുപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴക്കണത് പോലെ. ബീറ്റ്റൂട്ട് അരച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വേറെ പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർക്കുന്നില്ല. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്, ചപ്പാത്തി പോലെ. ഇനി ഇത് ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ചുറ്റി എടുക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ കണ്ടിച്ചെടുക്കാം. കണ്ടിച്ചെടുത്തത് പൂരിക്ക് പരത്തുന്നത് പോലെ ഇനി ചെറുതായി പരത്തിയെടുക്കാം. പൊടി തൂക്കാതെ വേണം പരത്താൻ. പറഞ്ഞു പോകുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇനി കോരിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. പച്ചക്കറികളൊക്കെ കഴിക്കില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ അരച്ച് പൂരി പോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും കുട്ടികൾ. എൻ്റെ കൊച്ചുമക്കൾക്കും പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പൂരി ഇവിടെ റെഡിയായി. പച്ചപ്പ് കൂട്ടിയോ ചമ്മന്തി കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം.